അശ്വതി എന്ന് പേരുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? അശ്വതി എന്ന് പേരുള്ള ആരെങ്കിലും ഈ യോഗത്തിൽ ഇരിപ്പുണ്ടോ? പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഈ യോഗത്തിനകത്ത് ഒരു അശ്വതിയുണ്ട്. ഇന്ന് രാവിലെ അശ്വതിയെ വിടുവിക്കാൻ പോവാ. ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും. അശ്വതി ഇന്ന് രാവിലെ വിടുവിക്കപ്പെടും. ഇവളൊരു അത്ഭുതമായിട്ട് മാറും. ഇവളൊരു രാജ്യം കടന്ന് യാത്ര ചെയ്യും. എൻ ജീവിതം മാറും. ഒരു വാക്കു നീ. ഈ യോഗത്തിനകത്ത് അശ്വതി എന്ന് പേരുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? അശ്വതി എന്ന് പേരുള്ള ആരെങ്കിലും ഈ യോഗത്തിൽ ഇരിപ്പുണ്ടോ? ആരാ അശ്വതി? മോളെ ഇന്ന് രാവിലത്തെ നീ ആദ്യമായിട്ട് വന്ന ഇന്ന് രാവിലത്തെ ആരാധന നീ വിടുവിക്കപ്പെടാൻ പോവാ. നിന്റെ അപ്പനും അമ്മയും കൂടെ നിന്നെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. പരിശുദ്ധാത്മാവെന്നോട് പറയുക, നിന്റെ പഠനം കെട്ടിനിർത്തിയ, നിന്റെ പഠനം അവസാനിപ്പിച്ചു കളഞ്ഞ വാളന്റീസ് ആ അമ്മ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. മേൽ വ്യാപരിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളുവേ പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥിച്ചോ. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ദുർഭൂതം ഇളകി വരാൻ പോവാ. കർത്താവിനോട് പറയുക, അശ്വതി വിടുവിക്കപ്പെടാൻ പോവാ. അശ്വതി വിടുവിക്കപ്പെടാൻ പോവാ. കരമടിക്കാൻ പറ്റുന്നവരെ കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവര് എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചോ. ഈ കുഞ്ഞിന്ന് രാവിലെ വിടുവിക്കപ്പെടാൻ പോവാ. പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു, ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഈ യോഗത്തിനകത്ത് ഒരു അശ്വതിയുണ്ട്. ഇന്ന് രാവിലെ അശ്വതിയെ വിടുവിക്കാൻ പോവാ. കൈയടിച്ച ദൈവത്തിന് ആമേൻ പറയാൻ പറ്റുന്നവര് ഇന്ന് രാവിലെ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ. അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവാ. അമ്മ ഇപ്പൊ കോളേജ് പഠിക്കാൻ പോകുന്നില്ലേ ഇവിടെ? ഇല്ല. എത്ര നാളായി പോയിട്ട്? ഇപ്പം പോയിട്ട് കുറെ നാളായി. ഇപ്പൊ ഒരു ചെറിയ ജോലിക്ക് പോവാ. നിങ്ങൾ നോർത്ത് ഇന്ത്യക്കാരാണോ? ആദ്യമായിട്ട് ഇവിടെ വരുവാ? എന്നെ ആദ്യമായിട്ട് കാണുമോ? കണ്ടിട്ടുണ്ട്. ഇവളെ കൊണ്ട് എവിടൊക്കെ പോയിട്ടുണ്ട്? പോയിട്ടുണ്ട്. ഇതുവരെ വിടുതലായിട്ടില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ അമ്മ ഈ ആരാധനയ്ക്ക് ആദ്യമായിട്ട് ഈ മോളെയും കൊണ്ട് ഇടുക്കിന്ന് വരുവാ. ദൈവം ഇന്ന് രാവിലെ കുഞ്ഞിനെ വിടുവിക്കാൻ വേണ്ടി പോവാ. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച ആത്മാവിൽ ദൈവത്തിന് നന്ദി പറയേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവളെ ജീവിക്കാൻ വിടാതെ, ഇവളെ പ്രാർത്ഥിക്കാൻ വിടാതെ, ഇവളെ രക്ഷപ്പെടാൻ വിടാതെ വ്യാപരിക്കുന്ന ആധിപത്യ ശക്തി. ഈ അമ്മയുടെ മോനുണ്ടല്ലോ അജിത്ത്, എന്നോടൊരു വാക്ക് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞ് ഇന്ന് രാവിലെ വിടുവിക്കപ്പെടാൻ പോവാ. ഈ അശ്വതിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ചലിക്കാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ എല്ലാവരും കൂടെ ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആദരവൊന്ന് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ കുഞ്ഞിനെ കൊണ്ട് അനുഭവിക്കാതിരിക്ക, നിന്റെ കുഞ്ഞിനെ കൊണ്ട് നീ ഉണ്ണാതിരിക്ക. രക്തം ചെയ്യാം. ചേട്ടാ, നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച അല്ലയോ? എത്ര വർഷം സ്നേഹിച്ചു? ചേട്ടൻ മലയാളിയും ഈ ചേച്ചി മൈസൂരുകാരി. ഇവൻ പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ല. മടിയടങ്ങ് അറ്റത്തെ മടിയാ. ഈ കുഞ്ഞിനെ കൊണ്ട് ഇനി പോകാത്തൊരു സ്ഥലമില്ല. ദൂത് ഇന്ന് രാവിലത്തെ ആരാധനയിൽ ഈ കുഞ്ഞ് വിടുവിക്കപ്പെടാൻ പോവാ. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ജീവിക്കോ? കണ്ട് പ്രവചനം പറഞ്ഞു വിടുവാ. ഈ മോൾ ഇവിടെ പേരെന്തോ? അശ്വതി. അശ്വതി ഇന്ന് രാവിലെ വിടുവിക്കപ്പെടും. ഇവളൊരു അത്ഭുതമായിട്ട് മാറും. ഇവളൊരു രാജ്യം കടന്ന് യാത്ര ചെയ്യും. ആ രാജ്യത്തെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് അശ്വതിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ ആദരമൊന്ന് തുറന്ന് അശ്വതിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ് എന്നോട് പറയുക, ഈ കുഞ്ഞിനെ ഒന്ന് വിടുവിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കാൻ.
ഇന്ന് രാവിലത്തെ പ്രാർത്ഥന ചാകാനുള്ള ടെൻഡൻസി പൊട്ടിപ്പോ. യേശുവിന്റെ വിടുതലുണ്ടാകും. മോനെ, നിന്റെ പേരെന്തുവാ? അജിത്ത്. പഠിക്കാൻ ഇഷ്ടമല്ലയോ? ഇല്ല. ഉണ്ടോ? ഇല്ല, ഒട്ടുമില്ല. മലയാളം അറിയാം? അറിയാം. യേശുവിന് വേണ്ടി ജീവിക്കുവോ? അവനെ ഒരു ദൈവവേലക്കാരനാവും. യേശുവിന്റെ വചനം കയ്യിലെടുക്കും. യേശുവിന്റെ നാമത്തെ അവൻ ഉയർത്തും. ഇവനെ കുറിച്ച് പരിശുദ്ധാത്മാവിനോട്. ചേച്ചി, ഈ മൈസൂരെ വീട്ടിൽ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ചേച്ചി ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ? നേരത്തെ പൊട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. യേശുവിനോട് ജീവിക്കുക മതി. കൈയടിച്ചൊരു സ്വതന്ത്രം പറ.